ഓക്കെ. ഹായ് എവരി വൺ. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഈ 19A എന്നുള്ള ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അത് നമ്മുടെ KTUവിലത്തെ ജൂൺ 2022 നടന്ന എക്സാമിൻ്റെ പവർ സിസ്റ്റം 2 എക്സാമിൻ്റെ 19A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. സോ ഇത് 10 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: two cost curves of two plants. The cost curves of two plants of a generating system are df by dp1 equal to 0.012 p1 plus 6.6. പിന്നെ df2 by dp2 എന്ന് പറയുന്നത് 0.0096 p2 plus 6. The lowest coefficients of the above system is v11 എന്ന് പറയുന്നത് 5 into അത് 10⁻³ കേട്ടോ. ഓക്കെ. പിന്നെ B12 എന്ന് പറയുന്നത് B21 എന്ന് പറയുന്നത് -0.03 into 10⁻³, B22 എന്ന് പറയുന്നത് 8 into 10⁻³. പിന്നെ ബേസ് MVA തന്നിട്ടുണ്ട് 100 MVA എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ പ്ലാന്റ് വൺ സപ്ലൈസ് 200 മെഗാവാട്ട് ആൻഡ് പ്ലാൻസ് ടു സപ്പോർട്ട് 300 മെഗാവാട്ട്, ഫൈൻഡ് പെനാൽറ്റി ഫാക്ടർ ഓഫ് ഈച്ച് പ്ലാന്റ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഉള്ള ഡിസ്പാച്ച്, അതായത് 200, 300 എന്നുള്ള ഡിസ്പാച്ച് ഇക്കണോമിക്കൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇഫ് നോട്ട്, വിച്ച് ഔട്ട്പുട്ട് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ആൻഡ് വിച്ച് മസ്റ്റ് ബി ഡിക്രീസ്ഡ്. ഓക്കെ. അതിനുള്ള റീസണും ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കതിൽ ആൻസേഴ്സ് നോക്കാം അതിൻ്റെ. ഓക്കെ. അതായത് നമുക്കൊരു ഇങ്ങനെ സെപ്പറേറ്റ് പ്ലാന്റുകൾക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LI × DCI by DPI എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതായത് അത് ഈക്വൽ ആയിരിക്കണം എല്ലാത്തിൻ്റെ. അതായത് പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഒക്കെ എടുക്കാം. ഈ സംഭവമാണ് പെനാൽറ്റി ഫാക്ടറാണ്. പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റുകളുടെയും ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഈ എക്കണോമിക് ഡിസ്പാച്ചിൻ്റെ കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ അതിൽ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/1 - DOPL by DP1. ഓക്കെ. അതിൽ PL എന്ന് പറയുന്നത് എന്താണ്? അതായത് പവർ ലോസ്റ്റ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ B11, B22, B12 എന്നൊക്കെ ഉള്ള കോഎഫിഷ്യൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സിസ്റ്റമുള്ള ഇക്വേഷൻ, രണ്ട് ജനറേഷൻ സെഷനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ജനറേഷൻ സെഷനിൽ പവർ ലോസിനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B11 P1² പ്ലസ് B22 P2² പ്ലസ് 2B12 P1 P2. ഓക്കെ. മിക്കവാറും രണ്ട് ജനറേഷൻ സെഷനിൽ തരുള്ളൂ. ഓക്കെ. ക്വസ്റ്റനിൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ P1 പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക, P2 പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക. സോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. P1 പാർഷ്യൽ ഡെറിവേഷൻ ഇട്ട് കഴിഞ്ഞാൽ 2B11 P1 പ്ലസ് 2B12 P2, മറ്റടുത്ത് 2B22 P2 പ്ലസ് 2B12 P1. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഈ പാർഷ്യൽ ഡെറിവേഷൻ എന്തിനടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് LI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. LI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ L1 L2 കണ്ടുപിടിക്കാനായിട്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി ഫാക്ടറാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പെനാൽറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ചോദിക്കുന്ന പെനാൽറ്റി ഫാക്ടറാണ് ആദ്യം ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പെനാൽറ്റി ഫാക്ടർ ഇതെന്തായാലും ഇതിലിപ്പോൾ എന്താ B11 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, B12 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്, B22 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേഷൻ്റെ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അത് ഈ ഇക്വേഷനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ L1 L2 കിട്ടും. ഓക്കെ. സിമ്പിളാണ്. പക്ഷേ നമുക്കിവിടെ ബേസ് MVA തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, ബേസ് MVA ആണ്, സോറി MW എന്ന് എഴുതിക്കുന്നത്, അതൊന്ന് തിരുത്തിക്കോളൂ. MVA ആണ്, MVA കേട്ടോ. ഓക്കെ. ബേസ് MVA തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് MVA തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ P1 P2 നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ 200/100 2 per unit, 300/100 3 per unit. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഇനി പെർ യൂണിറ്റിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അതായത് L1 L2 കണ്ടുപിടിക്കേണ്ടത് മാത്രം കേട്ടോ. ഓക്കെ. തിരിച്ച് നമ്മൾ ഇനി ലാംഡ കണ്ടുപിടിക്കും. ലാംഡയുടെ യൂണിറ്റ് പെർ യൂണിറ്റിലല്ല, അത് നമ്മൾ തിരിച്ച് 200 300 ഒക്കെ ഇടണം. നമുക്ക് L1 L2 കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പെർ യൂണിറ്റിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിലെങ്ങനെ നമ്മുടെ നേരത്തെ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനിലും നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് DOPL by DOP1 എന്നുള്ളത് 0.01982 കിട്ടും. DOPL by DOP2 എന്ന് പറയുന്നത് 0.04782 കിട്ടും. അപ്പോൾ ഇത്ര കിട്ടിയാൽ മതിയില്ലല്ലോ. നമുക്കത് L1 L2 ഇട്ട് കൊടുക്കണ്ട. L1 L2 ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. L1 നമുക്ക് 1.02 കിട്ടും, L2 നമുക്ക് 1.05 കിട്ടും. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുണ്ട്? നമ്മൾ ക്വസ്റ്റ്യനിലത്തെ ഒരു പോർഷൻ എന്തായിരുന്നു?
ഒരു പോർഷൻ നമുക്ക് പെനാൽറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ, ഫൈൻഡ് ദ പെനാൽറ്റി ഫാക്ടർ. അപ്പോൾ നമ്മൾ പെനാൽറ്റി ഫാക്ടർ ആയ L1 L2 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ചോദിച്ചത് പ്രസന്റ് ഡിസ്പാച്ച് ഇക്കണോമിക്കൽ ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്പാച്ച് ഇക്കണോമിക്കൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് കണ്ടീഷൻ. ഡിസ്പാച്ച് ഇക്കണോമിക്കൽ ആവണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അതായത് പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് മറ്റാളുടെ പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആയിരിക്കണം, മറ്റേ ജനറേറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാക്ടറിന് നമ്മൾ λ1 λ2 ഇട്ട് കൊടുക്കാതെ അപ്പോൾ പെനാൽറ്റി ഫാക്ടർ ഇൻറ്റു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ആദ്യത്തെ ജനറേറ്ററിന് അല്ലെങ്കിൽ ആദ്യത്തെ പ്ലാന്റിന് 9.18ഉം രണ്ടാമത്തെ പ്ലാന്റിന് 9.324 കിട്ടിയത്. ഓക്കെ, അതായത് ഫസ്റ്റ് പ്ലാന്റിൻ്റെ ജനറേഷൻ കുറവാണ്. അപ്പോൾ ഡിസ്പാച്ച് ഇക്കണോമിക്കൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ആൻസർ എന്തായാലും എഴുതണം, ഇക്കണോമിക്കൽ ഡിസ്പാച്ച് അല്ലാന്ന് എഴുതണം. ഓക്കെ, ഡിസ്പാച്ച് ഈസ് നോട്ട് ഇക്കണോമിക്കൽ ബിക്കോസ് ഇത് എഴുതാം. പിന്നെ സിൻസ് λ1 ലെസ് ദാൻ λ2 എഴുതാം. ഔട്ട്പുട്ട് ഓഫ് പ്ലാന്റ് 1 ഷുഡ് ബി ഇൻക്രീസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്ലാന്റ് 2 ഷുഡ് ബി ഡിക്രീസ്ഡ്. അങ്ങനെ എങ്ങനെ ഡിക്രീസ് ചെയ്യണം? λ1 സോ ദാറ്റ് ബാക്കിയും കൂടി എഴുതിക്കോളൂ. സോ ദാറ്റ് λ1 ഈക്വൽ ടു λ2. ഓക്കെ, അതായത് ഇതാണ് കണ്ടീഷൻ. അതെന്താ വെച്ചാൽ ഇങ്ങനെ എഴുതണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഗിവ് റീസൺ ഓൾസോ ഫോർ ദ സെയിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഈ λ1 λ2 അതായത് പ്രൊഡക്റ്റ് ഓഫ് പെനാൽറ്റി ഫാക്ടർ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈക്വൽ ആകാത്തതുകൊണ്ടാണ് ഇക്കണോമിക്കൽ അല്ലാത്ത, അതിൽ ഒന്ന് കുറഞ്ഞുകൊണ്ടാണ് മറ്റേ അതിനെ കൂട്ടണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റീസൺ എന്തായാലും ബൈ സെൻറ്റൻസിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.